Hello friends, welcome back to Arise World. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയങ്ങളിലും നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. നമ്മൾ എഗ്ഗ് ഒക്കെ ആഡ് ചെയ്യുന്ന കാരണം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അറൈസ് വേൾഡ്. എൻ്റെ ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഫയർലെസ് കുക്കിംഗ് വീഡിയോസും വെയിറ്റ് ലോസ് ചാലഞ്ച് വീഡിയോസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പീസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഉള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. നമ്മൾക്ക് മൈദ മാവ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് ഗോതമ്പ് മാവാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അറിയാലോ, മുട്ടയിൽ നിറയെ ഹൈ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഓമമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഓമം ഇല്ലെങ്കിലും പ്രശ്നമല്ല, നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് ദോശകൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലോയിൽ അധികം കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ ഗോതമ്പ് ദോശ, റാഗി ദോശ എല്ലാം ചുടുമ്പോൾ ഇതുപോലെ വേണം നമ്മൾ വെള്ളം കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കൂടുതൽ കട്ടിയും കൂടുതൽ ലൂസായിട്ടും ഇതുണ്ടാവാൻ പാടില്ല. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ മാവ് ഇവിടെ ഉണ്ടാവാൻ. അപ്പോൾ വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കാം. ഒരു പാനിൽ ഞാൻ 1 ടീസ്പൂണാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വേണം നമ്മുടെ ഈ പാൻ ഇവിടെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചൂട് കാരണം ഈ ദോശ ചുരുണ്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ അത് വെന്തോളൂ. ഒരു 2 മിനിറ്റോളം നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് ഗോതമ്പ് മാവായ കാരണം കുറച്ച് വേകാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ദോശ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണമെന്നില്ല, നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് സമയത്ത് സ്നാക്സ് ആയിട്ടും ഇത് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ചുടുന്നതിലും വെച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ മൈനേസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അറൈസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസിലായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.